അബുദാബിയിൽ ട്രേഡ് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ട്രേഡ് ലൈസൻസിൻ്റെ പേയ്മെൻറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പേയ്മെൻറ്റിലാണ് 1500 1600 ഏകദേശം പേയ്മെൻറ്റ് എക്സ്ട്രാ ആയിട്ടുണ്ട്. നോർമൽ മുമ്പൊക്കെ റിന്യൂവൽ 2400 LLCകൾക്ക് വന്നിട്ടുള്ളത് ഏകദേശം 4 വരുന്നുണ്ട്. ഇതൊരു അപ്ഡേറ്റ് ആണ്. അതിന് പുറമെ പല കമ്പനി ഓണേഴ്സിനും മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാവും, 90 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കമ്പനിയിൽ മാനേജറായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണം, അതായത് ലൈസൻസിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയകാല ലൈസൻസുകൾ 2024 മുമ്പുള്ള ലൈസൻസുകളിലൊക്കെ മാനേജർ അതുപോലെ EC ഓതറൈസ്ഡ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ജസ്റ്റ് കമ്പനി ഓണർ പേര് മാത്രമായി കാണിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ട്രേഡ് ലൈസൻസിൽ ഓണേഴ്സിൻ്റെ പേര്, മാനേജർ ആരാണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡ് ഓതറൈസ്ഡ് ആരാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയകാല ലൈസൻസിൽ അതിൽ കാണിക്കാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് 90 ഡേയ്സിനുള്ളിൽ അത് ചെയ്തിരിക്കും എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും പഴയകാല ലൈസൻസൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, അതുപോലെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നാട്ടിലൊക്കെ സ്ഥിരമായി താമസിക്കുന്നത്, ഇത്തരം മെസ്സേജുകൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് മാനേജർ ആഡ് ചെയ്യുക. അതിന് വേണ്ട ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഓണർ IOI പാസ് അതുപോലെ മെമ്മറാണ്ടം മാത്രം മതി എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.